പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അമൃതം നുകരാം എന്ന 1ാമത്തെ യൂണിറ്റിൻ്റെ ആമുഖമാണ് ഈ വീഡിയോയിൽ നാം നോക്കുന്നത്. പാഠപുസ്തകത്തിലെ 7ാമത്തെ പേജിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അടുക്കളയിൽ ചപ്പാത്തി പരത്തുന്നു, ഉഴുന്നുവട കഴിക്കുന്നു, ഗ്യാസ് സ്റ്റവിൽ ഭക്ഷണം പാകം ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മുടെ അടുക്കളയിൽ നമുക്കിതൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ. നമ്മുടെ അടുക്കളയിൽ പാകപ്പെടുത്തിയെടുക്കുന്ന ഭക്ഷണം അമൃതാണ്. അമൃതം എന്നാൽ മൃതിയെ, അതായത് മരണത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. നിറം വർദ്ധിപ്പിക്കാനും രുചിക്കും മണത്തിനുമായി ധാരാളം അനാവശ്യ വസ്തുക്കളാണ് അതിൽ ചേർക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും ജീവനെ രക്ഷിക്കാനും നാം അടുക്കളയിൽ കയറി പണിയെടുത്തേ മതിയാവൂ. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാക്കാഴ്ചകളിലേക്ക്. സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട മുളക് പൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട്. ദേവകി നിലയങ്ങോടിൻ്റെ കാലപ്പകർച്ചകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗം. ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെപ്പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്കിന്ന് മാറ്റം വന്നിട്ടില്ലേ? എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കും. ദേവകി നിലയങ്ങോട് എരിശ്ശേരി ഉണ്ടാകുന്ന വിധമാണിവിടെ പറയുന്നത്. എന്നാൽ ഇതൊരു പാചകക്കുറിപ്പ് മാത്രമല്ല. പണ്ടുകാലത്തെ സ്ത്രീകളുടെ അനുഭവ ചിത്രം കൂടി നമുക്കിവിടെ കാണാം. പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകൾ കൂടി പുറത്തുപോയി ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ പുരുഷന്മാർക്ക് വീട്ടുകാര്യങ്ങളിൽ സ്ത്രീകളെ സഹായിക്കേണ്ടതായി വന്നു. എന്നാൽ ഇന്നും ചില വീടുകളിൽ പുരുഷന്മാർ സ്ത്രീകളെ സഹായിക്കാറില്ല. എരിശ്ശേരി നന്നായി തിളച്ചാൽ അതിൻ്റെ രുചിയും മണവും നഷ്ടപ്പെടും. അതിനാൽ തിളപ്പിക്കാറില്ല. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. അതായത് സ്ത്രീകൾ ഉച്ചത്തിൽ ചിരിക്കാൻ പാടില്ല. പണ്ടുള്ളവർ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പരിധി നിശ്ചയിച്ചിരുന്നു. ചിരിക്കുന്ന കാര്യത്തിലും അവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുരുഷന്മാരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും അവകാശമുള്ളവരായി സ്ത്രീകൾ മാറിയിരിക്കുന്നു. ദേവകി നിലയങ്ങോട്. നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങളുടെ അടച്ചുപൂട്ടപ്പെട്ട ജീവിതത്തെയും അവർ അനുഭവിച്ച യാതനകളെയും ലളിതവും എന്നാൽ സത്യസന്ധവുമായ ഭാഷയിൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ എഴുത്തുകാരിയാണ് ദേവകി നിലയങ്ങോട്. ഔദ്യോഗികമായ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിലും തൻ്റെ അനുഭവക്കരുത്തുകൊണ്ട് മലയാള സാഹിത്യത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. 1928 മലപ്പുറം ജില്ലയിലെ മൂക്കുതലയിലുള്ള പകരാവൂർ മനയിലായിരുന്നു ജനനം. പിതാവ് പകരാവൂർ മനയ്ക്കൽ കൃഷ്ണൻ സോമയാജിപ്പാട്, മാതാവ് പാർവതി അന്തർജനം. പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകനായ രവി നിലയങ്ങോടിനെയാണ് അവർ വിവാഹം കഴിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്ന ഭർത്താവിൻ്റെ പിന്തുണയോടെ അവർ അനാചാരങ്ങൾക്കെതിരെ നിലകൊണ്ടു. തൻ്റെ 70കളിലാണ് ദേവകി നിലയങ്ങോട് ഗൗരവമായി എഴുതി തുടങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ്. പ്രധാന കൃതികൾ: നഷ്ടബോധങ്ങളില്ലാതെ, യാത്ര കാട്ടിലും നാട്ടിലും, കാലം കാത്തുവച്ചത്. അവരുടെ ആത്മകഥയായ നഷ്ടബോധങ്ങളില്ലാതെ എന്ന കൃതിക്ക്
കേരള സാഹിത്യ അക്കാദമിയുടെ പ്രത്യേക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി സാംസ്കാരിക സംഘടനകളുടെ അംഗീകാരങ്ങളും അവർക്ക് ലഭിച്ചു. 2023 ജൂലൈ 20-ന് 95-ാം വയസ്സിലാണ് ദേവകി നിലയങ്ങോട് അന്തരിച്ചത്. ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമായി അവരുടെ കൃതികൾ ഇന്നും നിലനിൽക്കുന്നു. മലയാള സാഹിത്യത്തിലെ പെണ്ണെഴുത്തുകൾക്ക് കരുത്തുറ്റ ഒരു അടിത്തറ നൽകാൻ അവരുടെ ലളിതമായ ആഖ്യാന ശൈലിക്ക് കഴിഞ്ഞു.